a special division of Tutor Mantra's General Knowledge course. Johnson's General Knowledge course is getting started today. This is the first episode. Tutor Mantrയുടെ Johnson's General Knowledge course JGKC എന്ന് പറയുന്നത് കോഴ്സിൻ്റെ പ്രത്യേക സംപ്രേക്ഷണം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. അറിഞ്ഞിരിക്കേണ്ട പക്ഷെ അറിയാത്ത കുറേ യാഥാർത്ഥ്യങ്ങൾ, കുറേ ഫാക്ട്സ് അവതരിപ്പിക്കുകയാണ് ട്യൂട്ടർ മന്ത്രയുടെ ജോൺസൺ ജനറൽ കോഴ്സിലൂടെ, ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിലൂടെ. ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1990 ആരംഭിച്ചതാണ്. ഇപ്പോൾ we finished along 36 years in this general knowledge field. ഒരുപാട് ആളുകളെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഞങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് ട്യൂട്ടർ മന്ത്രയുടെ ജോൺസൺസ് ജനറൽ കോഴ്സിലൂടെ. ആളുകൾക്ക് അറിയാമെന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞങ്ങൾ അന്ന് 36 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കോഴ്സിന് ജന്മം നൽകാൻ ഞങ്ങൾ തയ്യാറായത്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനം എന്നാണ് പറയുന്നത്. പക്ഷെ പൊതുവായ വിജ്ഞാനം യഥാർത്ഥത്തിൽ ആളുകൾക്ക് ലഭ്യമല്ല. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരവർ ജീവിക്കുന്ന, അവരവരുടെ ജീവിത സ്ഥലവുമായി, ജീവിത അന്തരീക്ഷവുമായി, ജീവിത സമൂഹവുമായി, ജീവിക്കുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കണം. അതാണ് അടിസ്ഥാനം. എന്നാൽ മാത്രമേ ഈ പൊതുവിജ്ഞാനം, പൊതുവായ വിജ്ഞാനം ജീവിതത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്കതിൽ എല്ലാറ്റിലും പറയുന്ന പോലെ തന്നെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അർത്ഥമാണ്. ഓരോന്നിനെയും അർത്ഥം. ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു ആൾക്ക് പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജ് എന്ന് പറയുന്നത് അവിടേക്ക് അതിൻ്റെ കൃത്യാർത്ഥ തലത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്യൂട്ടർ മന്ത്രയുടെ ഒരു പ്രത്യേക വിഭാഗം ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് എന്ന രീതിയിൽ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലുണ്ട്. അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ട് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന ഒരു അടിസ്ഥാനപരമായി മലയാളികൾ തെറ്റായി ഉപയോഗിക്കുന്ന, മലയാളികൾ മാത്രമല്ല ഭാരതീയരും തെറ്റായി ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരംഭത്തിലെ, തുടക്കത്തിലെ ഈ പ്രത്യേക പരിപാടി പശ്ചിമഘട്ടം എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ട്യൂട്ടർ മന്ത്രയുടെ ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സിൻ്റെ ആദ്യത്തെ ഈ പരിപാടി, ആദ്യത്തെ ഈ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. അതിൻ്റെ വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നതോ അങ്ങനെ ഒന്നില്ല. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇല്ല. ഈ പശ്ചിമഘട്ടത്തിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ they call it Western Ghats, and actually there is no Western Ghats at all. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത് മലയാളികളുടെ, നമ്മുടെ ഏത് വശത്താണ്? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ടുള്ളത് പടിഞ്ഞാറെന്നാണ്. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വെസ്റ്റിൽ അഥവാ പടിഞ്ഞാറ് നമുക്ക് പർവ്വതനിരകളുണ്ടോ? ഇല്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ?
പടിഞ്ഞാറ് നമുക്ക് പർവ്വതനിരകളില്ല. അപ്പോൾ പടിഞ്ഞാറ് എന്താണെന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ പടിഞ്ഞാറ് സമുദ്രമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യമായതുകൊണ്ട്, ആദ്യത്തെ ഒരു സംപ്രേഷണമായതുകൊണ്ട് അതൊരു ബോണസായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. പടിഞ്ഞാറ് ഉള്ളത് രത്നാകരം എന്ന് പറഞ്ഞ സമുദ്രമാണ്. രത്നാകരം എന്നാണ് പടിഞ്ഞാറ് ഭാഗത്തെ സമുദ്രത്തിൻ്റെ പേര്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പോലെ അറബിക്കടൽ എന്നല്ല. അറബികളുടെ നാട്ടിലാണ് അറബിക്കടൽ. നമ്മുടെ നാട്ടിൽ എങ്ങനെ അറബിക്കടൽ ഉണ്ടാവണത്? തെറ്റായ ഒരു വിവരമാണ് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് കാലങ്ങളായിട്ട്. അറബികൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറബിക്കടലാവോ? അറബികൾ അതിലൂടെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചൈനക്കാരെ ബംഗാൾ ഉൾക്കടലിലൂടെ ഇങ്ങോട്ട് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചൈനക്കടലായോ? ആവുന്നില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ തോന്നിയതുപോലെ തോന്നണ നേരത്ത് തോന്നിയവർക്ക് പറയുന്ന പേരാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ അടിസ്ഥാന വിവരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം ഇല്ല എന്നുള്ളതാണ്. അതേപോലെ അറബിക്കടലും ഇല്ല. അതൊരു ബോണസ് പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കുക. ജോൺസൺസ് ജനറൽ നോളജിൻ്റെ കോഴ്സിൻ്റെ ഒരു ബോണസ് പോയിൻ്റ്. അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇല്ല. കാരണം പശ്ചിമത്തിൽ ഘട്ടമില്ല. പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറാണ്. അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പശ്ചിമഘട്ടം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വഘട്ടമാണ്. പൂർവം എന്ന് പറഞ്ഞാൽ അത് കിഴക്കെന്നർത്ഥം. അപ്പോൾ മലയാള ദേശത്തിൻ്റെ എവിടെയാണ് ഘട്ടം വരുന്നത്? ഘട്ടം അഥവാ മലനിരകൾ വരുന്നത് കിഴക്ക് ദിക്കിലാണ്. അപ്പോൾ ഈ കിഴക്ക് ദിക്കിലുള്ളതാണ് പൂർവ്വഘട്ടമാണ് നമുക്ക് ഉള്ളത്, പശ്ചിമഘട്ടമല്ല. ഈ പൂർവ്വഘട്ടത്തിനെ വേറെ വിളിക്കേണ്ട പേര്, അതിൻ്റെ പേര് സഹ്യാദ്രി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഹ്യാദ്രിയാണ്, പൂർവ്വഘട്ടമാണ് മലയാളിക്കുള്ളത്, നമുക്കുള്ളത്, യാഥാർത്ഥ്യത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അറബിക്കടൽ എന്ന് പറയുന്നത് ഇല്ല, തെറ്റായി കൊടുത്തിട്ടുള്ള ഒരു പേരാണത്. അത് രത്നാകരം എന്ന് പറഞ്ഞ സംസ്കൃതത്തിലടക്കമുള്ള ഒരു പേരാണ് രത്നാകരം. പഴയ നമ്മളിപ്പോൾ വാൽമീകിയുടെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. രത്നാകരം എന്ന് പറഞ്ഞാൽ രത്നത്തിൻ്റെ സങ്കേതം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ രത്നാകരൻ എന്ന് പറഞ്ഞാൽ അത് വാൽമീകി. രത്നാകരൻ എന്ന് പറയുന്ന ആളാണ് വാൽമീകി എന്ന് കാലക്രമത്തിൽ അറിയപ്പെട്ടത്. അപ്പോൾ നമ്മളത് രണ്ടും കൂടി ബന്ധിപ്പിക്കുകയാണെങ്കിൽ രത്നാകരം എന്നത് ഓർമ്മയിൽ നിൽക്കും, രത്നാകരൻ എന്ന് പറയുന്ന വാൽമീകിയെ ഓർമ്മ നിൽക്കും. അപ്പോൾ അത് രണ്ടും കൂടി ബന്ധിപ്പിച്ച് ഓർമ്മകളിൽ കയറ്റി വെച്ച് ഇതുവരെ നമ്മുടെ തലയിൽ ഇരുന്നിരുന്ന കുറേ അബദ്ധങ്ങൾ നമ്മൾ എടുത്ത് പുറത്തേക്ക് കളയാണ്. ചേട്ടനെ അടിച്ച് പുറത്താക്കുക നമ്മൾ പറയില്ലേ? ദാറ്റ് ഈസ് വാട്ട് ജോൺസൺസ് ജനറൽ നോളജ് കോഴ്സ് ഈസ് ഓൾവേസ് ഫോർ. ഈ സംപ്രേഷണം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, സത്യം വിളങ്ങട്ടെ. നന്ദി, നമസ്കാരം.